നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിൽ 800 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഫുഡ് പമ്പാണിത്. പമ്പിന്റെ ഡീറ്റെയിൽസും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളുമെല്ലാം ബോക്സിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതല്ലാതെ മറ്റ് പേപ്പർ വർക്കുകളൊന്നും തന്നെ ബോക്സിന്റെ കൂടെ ലഭിക്കുന്നില്ല. ഇതേ പമ്പ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മറ്റ് പല ബ്രാൻഡ് നെയിമുകളിലും കാണാൻ സാധിക്കും. 1 ഇയർ വാറന്റി നൽകുന്നതുകൊണ്ടാണ് ഈ കമ്പനി ഞാൻ വാങ്ങിയത്. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഈ പമ്പ് നമ്മുടെ വാഹനത്തിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഉപയോഗിക്കാനായി കരുതി വെക്കാവുന്നതാണ്. അതല്ലാതെ വലിയ വാഹനങ്ങളുടെ ഫ്ളാറ്റായ ടയർ ഈ പമ്പ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നത് അത്ര പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. ഡ്യുവൽ സിലിണ്ടർ പമ്പാണെങ്കിലും നല്ല ഒതുക്കമുള്ള രീതിയിലാണ് നിർമ്മാണം. പമ്പ് മടക്കി വെക്കാനായിട്ടുള്ള ലോക്ക് സിസ്റ്റം 2 സൈഡിലും നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് പമ്പ് കാണാൻ. ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം കാണുമ്പോൾ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 2 ഹോളുകളുള്ള നോസിൽ ആയതിനാലാവാം പ്ലാസ്റ്റിക്കിലാണ് നോസിലും നിർമ്മിച്ചിരിക്കുന്നത്. ക്വാളിറ്റി കുഴപ്പമില്ല. പമ്പ് ഉപയോഗിക്കുമ്പോൾ പ്രഷർ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം മെറ്റലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മോട്ടോർ സൈക്കിളിനും കാറിനും എയർ ഫില്ല് ചെയ്യാനായി വലിയ ഹോളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഈ പമ്പിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതിന്റെ പ്രഷർ ഗേജ് ആണ്. യഥാർത്ഥത്തിൽ ഉള്ളതിനേക്കാൾ വളരെ കൂടിയ പ്രഷറാണ് അതിൽ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായി സിംഗിൾ ഷോട്ടായിട്ടാണ് ഇനിയുള്ള ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പമ്പിന്റെ പ്രഷർ ഗേജിൽ 40 PSI ആണ് കാണിക്കുന്നത്. എന്നാൽ ശരിയായിട്ടുള്ള എയർ പ്രഷർ 31.5 PSI ആണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.